ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു റേസ് വ്ലോഗ്സ്. രാവിലെ എന്താ കുറച്ച് ഇലയും കാടും പടലൊക്കെ ആയിട്ടെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല കേട്ടോ. നമുക്ക് വീണ്ടും നമ്മുടെ ഹെയർ കെയർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താലോ എന്നൊരു തോട്ടിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഒരു കുട്ടി ചലഞ്ചായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ നമുക്ക് കുറച്ച് മൈലാഞ്ചി ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മൂമ്മയുടെ വീട്ടിൽ നിന്നാണ് കിട്ടിയത്, അതായത് അച്ഛൻ്റെ മാമിയുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് മൈലാഞ്ചി ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഇലയ്ക്കാണ് പോയത്, അപ്പോൾ അമ്മമ്മ എനിക്ക് കുറേ ഒടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസത്തെ ചലഞ്ചും അല്ല, ഒരാഴ്ചത്തെ ചലഞ്ച് എടുത്താലോ എന്ന്. ഇതുവരെ നമ്മൾ 100 ഡേയ്സ് ചലഞ്ച് അങ്ങനത്തെ കുറേ ചലഞ്ചെല്ലാം ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ എനിക്കതൊന്നും അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഈ ഒരു ചലഞ്ച് എന്തായാലും ഞാൻ എങ്ങും തന്നെ സ്കിപ്പാകാണ്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട്, അതുമല്ല ഈ ഷോർട്ട് ചലഞ്ചസ് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാനായിട്ടും പറ്റില്ല. ഒരേ പാക്ക് അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ഓഫ് ഐറ്റംസ് തന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മളൊരു 1 ഇയർ ഒക്കെ നമുക്ക് യൂസ് ചെയ്താലും നമ്മുടെ ഹെയറിന് അത്ര എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടില്ല. നമ്മൾ ഓരോ ഐറ്റംസ് ഇങ്ങനെ മാറ്റി മാറ്റി നമ്മൾ യൂസ് ആക്കുമ്പോഴേ അതിൻ്റെ എല്ലാ എഫക്റ്റ് നമ്മുടെ ഹെയറിൽ അറിയത്തുള്ളൂ. സോ നമുക്ക് എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മൈലാഞ്ചി ഇല നന്നായിട്ട് ഇങ്ങനെ ഇല മാത്രമായിട്ട് പിച്ചി പിച്ചി എടുക്കുക കേട്ടോ. എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഈ ഒഴിക്കുന്ന വെള്ളം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിൽ കുറച്ചധികം തേയില ഇട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് തിളപ്പിക്കുക, നന്നായിട്ട് അതിൻ്റെ ആ ഒരു തേയിലയുടെ എല്ലാ സത്തും ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ തിളപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ വന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു മുടിയുടെ ഒരു കണ്ടീഷൻ കണ്ടോ നിങ്ങൾ? ഞാൻ പറഞ്ഞില്ലല്ലേ, ഞാനാണെങ്കിൽ ചെന്നൈയിലായിരുന്നു കുറച്ച് നാൾ. സോ അവിടെ ചെന്നിട്ട് വെള്ളമൊക്കെ മാറി, അറിയാമല്ലോ ചെന്നൈയിലെ വെള്ളം ഭയങ്കര മോശമാണ്. സോ നമുക്ക് പറ്റില്ല, നമ്മുടെ ഹെയറിന് പറ്റില്ല. അതായത് നല്ല രീതിക്ക് ഹെയർ ഫോൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഡേ കാണിച്ചില്ലായിരുന്നു, മുടി നരച്ച് പോയ ഒരവസ്ഥ കൂടി എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ വന്നിട്ടും സത്യം പറഞ്ഞാൽ മുടിയോ സ്കിന്നോ ഒന്നും കെയർ ചെയ്യാൻ പറ്റിയൊരു കണ്ടീഷനിലൊന്നും അല്ലായിരുന്നു ഞാൻ. സോ എഗെയിൻ എനിക്കെൻ്റെ യൂട്യൂബും റീസ്റ്റാർട്ട് ചെയ്യണം, അതുപോലെ തന്നെ എൻ്റെ ഹെയർ, സ്കിന്ന്, മൈൻഡ് കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. സോ എഗെയിൻ നമ്മുടെ ഹെയർ കെയർ ജേർണി റീസ്റ്റാർട്ട് ആക്കാമെന്ന് വെച്ചു. എൻ്റെ ഹെയർ നല്ല രീതിക്ക് തന്നെ ജടയും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൊതുവേ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങി അല്ലെന്നുണ്ടെങ്കിൽ സെറ്റാക്കി മുടി നേരത്തെ സെറ്റാക്കിയൊക്കെ വെച്ചിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ എടുക്കാറ്. ഞാൻ എങ്ങനെയാണോ നിൽക്കാറ് ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ ഞാൻ വന്നിട്ട് വീഡിയോ എടുത്ത് ചെയ്യാറുള്ളത്. സോ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് നമ്മുടെ ഒരു ഹെയർ കെയർ തന്നെയായിരുന്നു. സോ ഞാൻ വന്നിട്ട് മുടിയുടെ ജടയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ മുടിയുടെ തുമ്പിൽ നിന്ന് താഴേറ്റത്തുനിന്ന് മുകളിലേക്ക് വേണം ജട എടുക്കാനായിട്ട്. ഈ ഒരു വീഡിയോ കുറച്ച് സ്പീഡിലിട്ടേക്കുന്നുണ്ടാണ് കേട്ടോ, ഞാൻ വലിച്ചു പറിക്കുന്ന പോലെ തോന്നുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്, വളരെ പതുക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അവിടെ ഒരു നല്ലൊരു ജടക്കെട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ നല്ല രീതിക്ക് പതുക്കെ, കുറച്ച് ടൈം എടുത്താലും പ്രശ്നമില്ല, നമുക്ക് നമ്മുടെ മുടിയാണ് ആവശ്യം. ഒരു മുടി കിളിക്കാൻ തന്നെ എന്തോരം സമയം എടുക്കുമല്ലേ. സോ നമ്മൾ അത്രയും കാമായിട്ടിരുന്നിട്ട് നമ്മുടെ മുടി ജട കാര്യങ്ങളൊക്കെ കളഞ്ഞ് എടുക്കുക കേട്ടോ. എപ്പോഴും നമ്മളൊരു പാക്ക് അപ്ലൈ ചെയ്യുമ്പം അല്ലെങ്കിൽ നമ്മുടെ ഹെയർ കെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുടിയിലെ ജടയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് മുടി നല്ല രീതിക്കൊന്ന് കോതി സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഹെയർ കെയർ. അത് തന്നെ ഹെയർ കെയറിൻ്റെ ഒരു 50% ആണ് കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നത്, നമ്മൾ പ്രത്യേകിച്ച് വേറെ പാക്കോ കാര്യങ്ങളൊന്നും അപ്ലൈ ആക്കിയില്ലെങ്കിൽ നമ്മുടെ മുടിയിലെ ജടയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് കളയാം. ഓക്കെ, അത് കഴിഞ്ഞ് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, 2 സൈഡ് വകുപ്പെടുത്ത പോലെ ഓരോ ലൈനായിട്ട് ഇട്ടിട്ട് ആ ലൈനിലെല്ലാം നമ്മുടെ മെഹന്തി അല്ലെങ്കിൽ നമ്മുടെ മൈലാഞ്ചി പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ മൈലാഞ്ചി പാക്കിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിലെ താരൻ പോകാനായിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് അപ്ലൈ ആക്കിയത് കേട്ടോ. എനിക്കറിയില്ലായിരുന്നു ഈ ഒരു മൈലാഞ്ചി എല്ലാം അപ്ലൈ ആക്കിയാൽ താരൻ ഓൺ ദ സ്പോട്ട് തന്നെയാണ് എനിക്ക് പോയത് കേട്ടോ. അത്രയും കോൺഫിഡൻസോടുകൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കുന്ന കാര്യം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അപ്ലൈ ആക്കിയിട്ടുണ്ട്. ഉലുവയൊക്കെ നല്ല എഫക്റ്റീവാണ്, എങ്കിലും ഉലുവയൊക്കെ അപ്ലൈ ആക്കിയാൽ നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഡേ ഒന്നും നമുക്ക് റിസൾട്ട് കിട്ടിയെന്നില്ല. പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു അടിപൊളി പാക്കാണ് നമ്മുടെ ഈ ഒരു മെഹന്തി പാക്ക് എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഒന്നുമില്ല, മൈലാഞ്ചിയെല്ലാം ജസ്റ്റ് ആ ഒരു തേയിലുള്ള മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ തലയിൽ നല്ല രീതിക്ക് താരനുണ്ടായിരുന്നു, നല്ല രീതിക്ക് അഴുക്കൊക്കെ ഉള്ള പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. നല്ല ഒരു എന്താ പറയുക, ഒരു ഡേർട്ടി കണ്ടീഷനിലായിരുന്നു എൻ്റെ ഹെയർ. എനിക്ക് അത്ര അൺഹെൽത്തി ആയിട്ടുള്ളൊരു കണ്ടീഷനിലായിരുന്നു എൻ്റെ ഹെയർ ഇരുന്നത്. പക്ഷേ ഈ ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ എൻ്റെ താരൻ നല്ല രീതിക്കെന്ന് പറഞ്ഞാൽ ഒരു 99.9% മാറിയ രീതിക്ക് തന്നെ ഫസ്റ്റ് യൂസിൽ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ.
സോ താരൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഉറപ്പായിട്ടും ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചലഞ്ചിലൊന്നും ജോയിൻ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു പാക്കൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെയും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഹെയർ ലവേഴ്സിനോടാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ മൈലാഞ്ചിയുടെ ആ ഒരു പാക്ക് തലയിലെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം മുടിയുടെ തുമ്പിലൊക്കെ അപ്ലൈ ആക്കുക കേട്ടോ. മുടിയുടെ തുമ്പിൽ, സ്കാൽപ്പിലൊക്കെ. താരന് വേണ്ടിയിട്ട് ചെയ്യുന്നവർ മെയിനായിട്ടും സ്കാൽപ്പ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. സ്കാൽപ്പിലൊന്നും കളറ് കാര്യങ്ങളൊന്നും ആകില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡിൽ എൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്, രണ്ട് സൈഡിൽ ഞാൻ ബണ്ണിട്ട് വെച്ചിട്ടേക്കുന്നത്. എന്നിട്ട് ബാക്കി വരുന്നതും കൂടി നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അവിടെ എല്ലാം അപ്ലൈ ചെയ്ത് വെച്ചോട്ടോ ഹെയറിൽ. സോ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിന് നല്ലൊരു എന്താ പറയുന്നറിയോ, നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. പ്രത്യേകിച്ച് ഈ ഒരു ചൂട് സമയത്തൊക്കെ നമ്മുടെ ഹെയറിൽ ഇത്തരത്തിലുള്ള പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മൈലാഞ്ചി ഇല നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുമ്പം നല്ല രീതിക്ക് ഹെയർ ഡ്രൈ ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഫസ്റ്റ് യൂസിൽ നിങ്ങൾ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യട്ടെ. നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആക്കും. സോ പാക്കെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഇത്തരത്തിലുള്ള എന്താണ് ഹെയർ ക്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിടാം. അപ്പം നമ്മുടെ പുറത്തുള്ള ഔട്ട് സൈഡിലുള്ള പൊല്യൂട്ടൻസ് കാര്യങ്ങളൊന്നും നമ്മുടെ ഹെയറിൽ കയറില്ല. അതുപോലെ ഹെയർ അവിടെ സെറ്റായിട്ടിരിക്കും. ഹെയറിലെല്ലായിടത്തും പാക്ക് നല്ല രീതിക്ക് എത്താനായിട്ട് ഈ ഒരു ക്യാപ്പ് സഹായിക്കും. അങ്ങനെ പാക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്കിപ്പോൾ നമ്മുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് ഹെയർ വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നാളെ കാണാം. ബൈ.